ഇന്ന് കിഴങ്ങ് പുഴുങ്ങി ഒരു ചമ്മന്തി ഉണ്ടാക്കാം. സൂപ്പറാണ്. നമുക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം. പിന്നെ ഇന്ന് കിട്ടിയ വങ്കടയാണ്. അത് പൊരിക്കുകയും ചെയ്യാം, കറിയും വയ്ക്കാം. പിന്നെ പാവയ്ക്കാം, നമുക്ക് മെഴുക്ക് വരട്ടാം. ഓടിപ്പോയിട്ട് ഓടി വരാം. നമുക്ക് കിഴങ്ങ് പുഴുങ്ങാം. ഇടത്തരം കഷ്ണങ്ങളാക്കി. വേവൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് കുക്കറിൽ ഇട്ട് 2 ഊത്ത് കേൾപ്പിച്ച് വെക്കാം കേട്ടോ. എന്തായാലും നമുക്ക് കിഴങ്ങ് കുറേച്ച് കുക്കറിലിടാം കേട്ടോ. ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് നമുക്ക് കിഴങ്ങ് 2 ഊത്ത് കേൾപ്പിച്ച് നോക്കാം. അപ്പോഴത്തേക്ക് ചിലപ്പോൾ ഈ കിഴങ്ങ് വെന്തില്ലെങ്കിലാ ഒരു വേവെന്നും പറഞ്ഞാണ് തന്നത് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. ഉപ്പൊക്കെ ഇട്ട് കുക്കറിൽ ഇട്ട് ഒരു പൊടിയോ പോയി. അപ്പോൾ ഇത് 3-4 വെള്ളം കഴുകിയതാണ് കേട്ടോ. നമുക്ക് ഉപ്പ് ഇട്ടിട്ട് അടുത്തങ്ങ് വെച്ച് കൊടുക്കാം. എന്തായാലും നോക്കാം കേട്ടോ. ഇരിക്കട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കുക്കറി വെച്ച് 2 ഊത്താകുമ്പോൾ തന്നെ അടച്ചളെ. കുക്കറി ഇരിക്കട്ടെ. കൂട്ടുകാരെ, കിഴങ്ങ് വെന്ത് കേട്ടോ. എൻ്റെ ചേട്ടൻ ഇപ്പം എന്നെ കൊത്തിപ്പറിക്കും. നല്ലോണം അങ്ങ് വെന്ത് പോയി കേട്ടോ. നമുക്കത് ഊറ്റിയെടുക്കാം. ഉള്ളി നല്ലോളം പച്ച നല്ലോളം നമുക്ക് കഴുകിയെടുക്കാം. എന്നിട്ട് പുളി വേണം, ഉപ്പ് വേണം. ഇതാണ് നമുക്ക് കിഴങ്ങിന് ചമ്മന്തി കേട്ടോ. അടിപൊളിയൊരു ചമ്മന്തിയാണ്. നമുക്ക് ഉണ്ടാക്കി വെക്കാം. നമുക്ക് ഉള്ളി ഇടാം. നമുക്ക് കിഴങ്ങിന് ചമ്മന്തി അരച്ചിടാം. നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ. പണ്ടുള്ളവർ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പുളി എൻ്റെ കറുത്ത പുളിയേ ഉള്ളൂ. വെള്ളപ്പുളിയുള്ളവർ ഇടണം കേട്ടോ. പഴയ പുളിയേ ഉള്ളൂ എൻ്റെ കയ്യിൽ കേട്ടോ. ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. പുളിയും ഉപ്പും നല്ലോളവും കൊച്ചുള്ളി നമുക്ക് അരച്ചെടുക്കാം. ചമ്മന്തിയാവും. അപ്പം നമ്മുടെ കിഴങ്ങിൻ്റെ കൂടെ കൂട്ടി തിന്നാം. നമുക്ക് ഇച്ചിരി എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഉണ്ടോ, എണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് കരണ്ടി വെച്ച് ഇളക്കി കിഴങ്ങിൻ്റെ കൂടെ കഴിക്കാം. കിഴങ്ങ് നല്ല അടിപൊളിയായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ ചമ്മന്തിയായിട്ടുണ്ട്. നമുക്കൊരു പിടി പിടിക്കാം. എല്ലാവരും പെട്ടെന്ന് വരും, പെട്ടെന്ന് വരും. ഇപ്പം തീരും. ഹായ്, കറിയായി, പൊരിച്ച മീനായി, പാവയ്ക്ക മെഴുക്ക് വരട്ടിയായി, ചമ്മന്തിയായി, നല്ലോളവ് ചമ്മന്തി, കിഴങ്ങ് പുഴുങ്ങിയത്. ഇതൊക്കെ കണ്ടപ്പോൾ ഒന്ന് കഴിക്കണമെന്ന് തോന്നിയില്ലേ നിങ്ങൾക്ക് കൂട്ടുകാരെ? പെട്ടെന്ന് വരൂ, പെട്ടെന്ന്. ഇപ്പം തീരും കേട്ടോ, ഇപ്പം തീരും. ഹായ്, എങ്ങനെയുണ്ട്? സൂപ്പർ. എന്തായാലും കിടന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മീൻ കണ്ടിച്ചിട്ട് വരാം. അപ്പോഴത്തേക്ക് നമുക്കിടാം. കറി തിളയ്ക്കുന്നു. നമുക്ക് മീൻ പറക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. തിളക്കി പറ്റട്ടെ. അടുപ്പിലായോണ്ട് കറി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നാലും കറി പെയ്യെ പറക്കിയിട്ടില്ല, കൈ തെറിക്കും. അവിടെ കിടന്ന് പറ്റട്ടെ. എന്തായാലും മങ്കട പറ്റട്ടെ. കരണ്ടിക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അവിടെ അടച്ചു വയ്ക്കാം. അപ്പോൾ അത് തനിയെ കിടന്ന് വെന്തോളും. കറി നെയ്തെളിഞ്ഞ് വരും. വങ്കടക്കറി തിളച്ച് പറ്റിക്കൊണ്ടിരിക്കുന്നു. വങ്കടക്കറി പറ്റി നമുക്കിനി ഇറക്കാം. നെയ്യൊക്കെ തെളിഞ്ഞ് സൂപ്പറായിട്ടിരിക്കുന്നതാണ്ടാ. ഇനി നമുക്ക് ഈ അടുപ്പിൽ തന്നെ പാവയ്ക്കയും കൂടി മെഴുക്ക് വരട്ടാം. പൊരിക്കാൻ അരപ്പ് പുരട്ടി വെച്ച് നമുക്കിനി മീൻ പൊരിക്കട്ടെ.